സോ ഹലോ ഗെയിമേഴ്സ്, മൈൻക്രാഫ്റ്റിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ലെറ്റ്സ് പ്ലേ സീരീസ് ഇടുമെന്ന്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇന്നോട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മളൊരു വില്ലേജിന് നടുക്കാണ് സ്പോൺ ആയേക്കുന്നത്. കാണാം, വില്ലേജിന് നടുക്കാണ്. കാരണം ഞാൻ ഒരു ഒരു സീഡ് എടുത്തിട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്പോൺ ആയത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വില്ലേജ് കൊള്ളാം കഴിച്ചു, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സീഡ്. കാരണം മണ്ടയ്ക്ക് കുറച്ച് ബ്ലോസം ഉണ്ട്, പിന്നെ എനിക്കൊരു മൗണ്ടൻ ഹൗസാണ് പണിയാൻ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ബ്ലോസമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മൗണ്ടൻ ഹൗസ് ആണ് അവിടായിട്ട് വല്ലതും പണിയാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ സെറ്റാക്കിയത്. ഓൾസോ ഞാൻ കുറച്ച് റിസോഴ്സും കാര്യങ്ങളൊക്കെ സോറി പാവം ഇത്ര നേരം ജോലി ചെയ്യുക. സോറി ഇരിക്കട്ടെ, പാവം ചെറുക്കാനുണ്ട്. അവൻ ചെയ്തു കേട്ടോ. സോറി കൈ മുട്ടിപ്പോയത്, സോറി. പോട്ടെ. ഇതിപ്പോൾ നമുക്ക് കുറേ റിസോഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആനിമേഷൻ റിസോഴ്സ് അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിപ്പം നമ്മളെ നോക്കും, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അവരെ അനിമേഷനൊക്കെ വേറെയാണ്. അങ്ങനെ കുറേ പരിപാടിയും കുറേ ഷെയ്ഡറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കൊള്ളാമെന്ന് തോന്നില്ലേ അറ്റ്ലീസ്റ്റ്. പക്ഷേ ഫോഗാണ്, ഭയങ്കര പുകയാണ്. അത്ര കണ്ടോ, ദൂരവശമൊന്നും കാണാൻ പറ്റത്തില്ല. എന്നാലും കുഴപ്പമില്ല, എനിക്ക് സൺസെറ്റൊക്കെ കൊള്ളാം. അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്തത്. സോ ഇപ്പോൾ ബേസിക്കലി നമുക്ക് മൈൻക്രാഫ്റ്റിൽ നിന്ന് വുഡൊക്കെ കട്ട് ചെയ്ത് ഒരു ടൂളൊക്കെ സെറ്റാക്കിയിട്ട് നമുക്കൊരു ബേസ് പണിയാം. അതാണ് ഞാൻ ഇന്നത്തെ എയിം വിചാരിച്ചേക്കുന്നത്. സോ പിന്നെ മൈൻക്രാഫ്റ്റിലെ ഫസ്റ്റ് ട്രീ ആണ് കേട്ടോ. നമുക്കത് കട്ട് ചെയ്ത് തുടങ്ങാം. ഒരു 4 വുഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അയൺ ടൂളിലേക്ക് ഷിഫ്റ്റ് ആകാം. അതാണെങ്കിൽ പിന്നെ വില്ലേജ് ലൂട്ടില്ല, ശരിയാണ് മറന്നുപോയി. വില്ലേജിൽ എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്, അയൺ വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ബ്ലാക്ക് സ്മിത്ത് കാര്യമായി. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഡയമണ്ട് വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ട്, അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു അയൺ എന്തെങ്കിലും കിട്ടിയാൽ മതി. സോ ഗൈസ്, കൊള്ളാം ഗൈസ്. ഒബ്സീഡിയൻ മാത്രമേ കിട്ടുള്ളൂ, കുഴപ്പമില്ല. എനിക്ക് ഒബ്സീഡിയൻ അത് വെച്ച് അതുകൊണ്ട് പോകാം, അത്രേ ഉള്ളൂ. അപ്പം വേറെ വേറെ ഇതുവെല്ലാം കാണാം, നോക്കാം. നമുക്ക് ഇവിടെ എല്ലാം നോക്കാം. ഈ താഴെ എന്തോ ഒരു വീട് കൊള്ളാം. ഈ വേൾഡ് ഇഷ്ടപ്പെട്ട വാട്ടർ മണ്ടയ്ക്കാണ് ഒരു മൗണ്ടൻ പോലെ ബ്ലോസം. ഇതാരാ മണ്ടയ്ക്ക്? നമുക്ക് തോണ്ട. അയ്യോ, ഈ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പം വർത്താനം പറഞ്ഞ് ബ്ലാക്ക് സ്മിത്തിനൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുന്ന് നമുക്ക് ലൂട്ടി സെറ്റായിട്ട് ലൂട്ടി സെറ്റായിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. കുഴപ്പമില്ല, അയണും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. ഒരു ആർമറും കിട്ടി, പിന്നെ 3-4 ആപ്പിളും കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗോൾഡും ഉണ്ട്. കുഴപ്പമില്ല, നല്ല ഐറ്റംസ് ആയിരുന്നു. ഗോൾഡ് എടുക്കാം. എന്തായാലും ഒരു ആർമറും സോഡും കിട്ടിയില്ല, കാര്യമായി. ഇതിപ്പം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. വേറെ ഇനി ഇതുണ്ടോ നോക്കട്ടെ, വെയിറ്റ് ചെയ്യേ. ഇത്രയേ ഉള്ളെന്ന് തോന്നുന്നു എനിക്ക്. ഇവിടെ മൊത്തം ഫാമേഴ്സിൻ്റെ വീടാണ് ഉറപ്പാണ്. അതേണ്ട വേറൊരു ബ്ലാക്ക് സ്മിത്ത്. അപ്പം ഈ വില്ലേജ് 3 ബ്ലാക്ക് സ്മിത്താണ് തോന്നുന്നത്. അകത്ത് കയറിയപ്പോൾ താമസം കേട്ടോ. സോ പിന്നെയും കുറച്ച് അയണും കുറച്ച് ഗോൾഡും കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് അയണയിലും കിട്ടിയല്ലോ, കാര്യമായി. പിന്നെ കുറേ ഒബ്സീഡിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കും. 10 ഒബ്സീഡിയും കറക്റ്റ് കിട്ടി. ഇതിപ്പോൾ നമുക്കിനിയും പറയാം, വുഡൊക്കെ കട്ട് ചെയ്ത് ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഒരു ബേസ് പണിയാൻ നോക്കാം. അപ്പം ഞാൻ വിചാരിക്കുന്ന മൗണ്ടൻ ബേസ് പോലെ അതുകൊണ്ട് ആ ഭാഗത്തായിട്ട് വല്ല പണിയാമെന്നാണ്. സോ അവിടുന്ന് കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഒരു ബേസിന് പറയാം. അപ്പോൾ ഓൾറെഡി ഞാൻ 4 വുഡ് കളക്ട് ചെയ്തല്ലോ. ഇതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റോൺ ടൂൾസും വുഡൻ ടൂൾസ് കാര്യങ്ങളൊക്കെ ഒപ്പിച്ചെടുക്കട്ടെ. ഫസ്റ്റ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വുഡൻ ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഒരു സ്റ്റിക്ക്. ഓക്കെ, ഇനി വേണ്ട വുഡൻ ടൂൾ ഉണ്ടാക്കാം. ഇപ്പം അയൺ എടുക്കണ്ട, കാരണം ഇപ്പം അയൺ നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പം നമുക്ക് സ്റ്റോൺ ടൂൾസ് മതി. സോ ഇപ്പം നമുക്കിനി കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാൻ. ഇവിടെ ഓൾറെഡി സ്റ്റോൺ എല്ലാം ഉണ്ടല്ലോ, വെറുതെ ഇനി കുഴിച്ച് പോകേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ കുറച്ച് സ്റ്റോണും കൂടെ കളക്ട് ചെയ്തിട്ട് ഒരു 10 സ്റ്റോൺ കളക്ട് ചെയ്ത് നമുക്ക് വുഡൻ ടൂൾ സ്റ്റോൺ ടൂളിലേക്ക് സെറ്റ് ആകാം. അപ്പോൾ 10 എണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോൺ ടൂളിലേക്ക് ഷിഫ്റ്റ് ആകാം. ഓക്കെ, സോ സ്റ്റിക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഒരു വുഡും കൂടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു സ്റ്റോൺ ആക്സ് വേണം, പിന്നെ ഒരു സ്റ്റോൺ പിക്കാക്സ് വേണം, പിന്നെ ഓൾസോ ഒരു ഷവലും കൂടെ വേണം. കാരണം നമുക്കിനിയും ഈ ബേസ് പണിയാനായിട്ട് കുറച്ച് ഡേട്ടൊക്കെ കളയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഷവൽ ഇരിക്കണം. പിന്നെ ഈ വുഡൻ പിക്കാക്സ് അങ്ങ് എടുത്ത് കളഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയും വുഡും കാര്യങ്ങളൊക്കെ വേണം, റിസോഴ്സ് വേണം. അതിനുള്ളിൽ സ്ഥലം കണ്ടുപിടിക്കട്ടെ. വീട് പണിയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓൾസോ ഞാൻ പറഞ്ഞായിരുന്നില്ല, അനിമേഷൻ നോക്കണ്ട, ഇവർ നോക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. എൻ്റെ പേര് നോട്ടം കണ്ടത്, കാരണം ഐബ്രോസ് ഒക്കെ വണ്ടേക്കൊണ്ട് പോയി. അപ്പോൾ നടക്കുന്നതിനൊക്കെ അനിമേഷൻ ഉണ്ട് കേട്ടോ. എന്താണ് നോക്കുന്നത്? നല്ല രസമുണ്ട്. ആനിമേഷൻ ബാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടോ. അവരെ നോട്ടമൊക്കെ ഉണ്ടോ, കണ്ണൊക്കെ അടയ്ക്കുന്നത് കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു റിയാലിറ്റി തോന്നിക്കുന്നുണ്ട്. ഇവരെ പിന്നെ നടക്കുന്നതൊക്കെ മാറിയിട്ടുണ്ട് കണ്ടോ, കുലുങ്ങി നടക്കുന്നത്.
സോൾസ് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. അവൻ്റെ ഹേബേലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതെന്ത് ബ്ലാക്ക് സ്മിത്താണ്, എന്തൊക്കെ തരുമെന്ന് നോക്കട്ടെ. ഒരു സോഡ് തരും, ഇപ്പോൾ 21 എമറൽസ്. കുഴപ്പമില്ല. അയൺ കയ്യിലുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ എമറൽസ് എടുക്കാം, പക്ഷേ കാര്യമില്ല. ഇപ്പോൾ 4-5 അയണം കൊണ്ട് എന്തോ എമറൽസ് കിട്ടാൻ. സോ ഗൈസ് ഇപ്പം നമുക്ക് ബ്ലോസം ട്രീയുടെ അടുത്തോട്ട് ഇവിടെ എങ്ങാണ്ട് ഒരു നെതർ പോർട്ടലുണ്ടെന്നാണ് ആ വീഡിയോയിൽ അവർ പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് മണ്ടയ്ക്ക് ഒരു നെതർ പോർട്ടലുണ്ടെന്ന് ഞാൻ ട്യൂട്ടോറിയൽ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ട്യൂട്ടോറിയൽ സോറി സീഡിൻ്റെ വീഡിയോ സീഡ് യൂട്യൂബിൽ നിന്നാണ് പോയി കണ്ടുപിടിച്ചത്. ബ്ലോസം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ബ്ലോസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മറ്റേ പൊഴിയുന്നില്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവേഴ്സ്, അതുകൊണ്ടാണ് ഞാൻ ഈ സീഡ് എടുത്തിട്ട് തന്നെ. അപ്പോൾ ഇത് പറഞ്ഞ് ഞാൻ ഇതെന്തോ വീടായിരുന്നില്ലേ, കൊള്ളാം കേട്ടോ. ഇനി മണ്ടയ്ക്കോട്ട് കയറി എത്തുമ്പോൾ നാളെ ആകും. ഓക്കെ ഓക്കെ ഓക്കെ. പൈസ ഇവിടെ അതുകൊണ്ട് തന്നെ റിപ്പോർട്ടില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ലൂട്ടിയിട്ട് നമുക്ക് ബാക്കി ബേസിക് കാര്യങ്ങളിലൊക്കെ ചെയ്യാം. ഓക്കെ എന്ത് ഉണ്ടല്ലേ, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ലൂട്ട് കിട്ടിയത്. എനിക്ക് വേണം ഇപ്പം തന്നെ നമ്മൾ നെതർ പോർട്ടൽ ആക്ടിവേറ്റ് ചെയ്യാം. കാരണം ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീലും ഉണ്ട്, 12 ഒബ്സീഡിയനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ചത്തുപോലോടാ ഫുഡ് കഴിക്കും. ഇതിപ്പോൾ ഇനി ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്കിനിയും എന്താ പറയുക ബേസിക് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് എന്താ പറയുക ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാം. ബേസ് ഉണ്ടാക്കാം. നമുക്കിപ്പോൾ ഞാൻ വിചാരിക്കുന്ന മൗണ്ടൻ ഹൗസ് പോലെ എന്തെങ്കിലും പണിയാവുന്നതാണ്. കാരണം വെറുതെ അല്ലാതെ ഒരു വലിയ ക്രിയേറ്റിവിറ്റി ഇല്ല എനിക്ക് അങ്ങനെ പണിയാനായിട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ഫാദ് ഇവിടെ കൊള്ളാം കേട്ടോ. നോക്കട്ടെ. ഫക്ക് നോക്കി ഞാൻ വിചാരിക്കുന്ന ഇപ്പോൾ ഇവിടെ കറക്റ്റാണ് മൗണ്ടൻ ഹൗസിന് വേണ്ടിയാണ്. പക്ഷേ ഇതിനി എല്ലാം സെറ്റാക്കി വരുമ്പോൾ തന്നെ നാളെ ആകും. താഴോട്ട് ഇറങ്ങി നോക്കണം, ഇവിടെ നിന്ന് ഒന്നും കാണത്തില്ല. കഷ്ടമുണ്ട് കേട്ടോ. അവിടെ എല്ലാം ഞാൻ കളഞ്ഞു. ഫാർമറല്ലേ, ശരിയാക്കിക്കോളും. അപ്പോൾ എവിടെ പണിയണമെന്ന് എനിക്കൊരു ഇത് വരുന്നില്ല. ഇവിടെ എല്ലാം മൗണ്ടൻസ് ആണ്. സോ ഇനി ഇവിടെയാണ് ഒരു കറക്റ്റ് സ്പേസ് വരുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കാണ്ട് ഇവിടോട്ട് പണിയാമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഇനിയും റിസോഴ്സും കാര്യങ്ങളൊക്കെ എടുത്തോട്ടെ. ഇപ്പം ഞാൻ ഈ ചെസ്റ്റിൽ റിസോഴ്സ് എല്ലാം കൊണ്ട് സെറ്റാക്കി വെക്കണം. അതിനകത്തിപ്പോൾ ഒന്നുമില്ല. നമുക്കിനി വുഡ് ആവശ്യമുണ്ട്, കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഒരു സ്പേസ് ഉണ്ടാക്കാം വീട് പണിയാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യാം. സോ ഗൈസ് അപ്പോൾ ഒരു രാത്രി കഴിഞ്ഞ് ഒരു രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയോണ്ട് ഇത്ര ഭാഗം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടെ ആയിട്ടൊരു ബേസ് പണിയാനായിട്ടുള്ള ഏരിയ ഇതിനകത്ത് ഡിഗ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും ഭാഗം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഒപ്പിച്ചെടുത്തത് ബാക്കിയാണ്. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ ഗൈസ് അപ്പോൾ ഞാൻ കുറേ നേരം ഡിഗ് ചെയ്ത് എന്താ പറയുക മൈനിങ് ചെയ്ത് എന്താ പറയുക നമ്മൾ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തതുകൊണ്ട് ഇത്രയും പോരെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പുറത്ത് ഇനിയും എന്തോ ഓപ്പൺ ഏരിയ കേട്ടോ. ഞാറത്ത് ഫുള്ളായിട്ട് ബ്ലോക്ക് ആക്കിയാണ്. അപ്പുറത്ത് വേറെ വലിയ കേവ് എന്താ കണ്ടൊക്കെയാണ്. കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് നമുക്കിനി ഇവിടെ എല്ലാം വുഡും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ചുകൂടെ സെറ്റാക്കണം. കുറച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്താ ഓക്കെ, ഇനിയും കുറച്ച് റിസോഴ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതെല്ലാം കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി നമുക്ക് കാണാം. ഇനി വുഡും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ സെറ്റാക്കണം. കുറേ നേരം 2 ദിവസം കൊണ്ട് ഇതെല്ലാം ഒപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്കിനി കുറേ വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ബാക്കി കാണാം. സോ ഗൈസ് അപ്പോൾ നമ്മൾ എന്താ പറയുക ബേസ് പണിയാൻ വേണ്ടിയുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഗൈസ് 64 സ്റ്റാക്ക് വുഡും പിന്നെ 25 സാൻഡ് തപ്പി എത്ര ദൂരം പോയത് അറിയോ? ഇവിടെ നിന്ന് സാൻഡേ ഇല്ല. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനാണ്ട് പോയി എടുത്തുകൊണ്ട് വരും. അവിടുത്തെ എല്ലാം തീർന്നു. ഇനി അടുത്ത സാൻഡിന് എവിടെ പോകണമെന്ന് അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ എന്താ പറയുക നമുക്കിവിടെ ഒരു ഗ്ലാസ് പോലെ വെച്ച് സെറ്റാക്കാനായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനായിട്ടുള്ള സാൻഡ് കയ്യിലുണ്ട്. പിന്നെ ഇവിടെ എല്ലാം വുഡും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ച ബ്ലോസം വുഡ് വേണമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് നോർമൽ തന്നെ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിവിടെ കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഒരു ഇൻറ്റീരിയൽ പണിഞ്ഞൊപ്പിച്ചത് കാണാം ഗൈസ്. ഇത് നിങ്ങൾക്ക് വെറുതെ ബോറടിക്കും. ഇനി ഇവിടെ കുറേ ഈ ഡേറ്റെല്ലാം എടുത്ത് ഇനിയും കളയണം. പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കണം. 2-3 ദിവസമായി കേട്ടോ ഗൈസ്. അപ്പം എന്നിട്ട് ദിവസം കാണിക്കുന്ന ഞാൻ ഓണാക്കി ഇടാൻ മറന്നുപോയി ഗൈസ്. അത് നമുക്ക് അടുത്ത വീഡിയോ ഓണാക്കാം. കുറേ ദൂരം തപ്പിപ്പോയി കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി പരിപാടി കഴിഞ്ഞത് ബാക്കി കാണാം. സോ ഗായ്സ് അപ്പോൾ ഞാൻ വീട് പണിഞ്ഞു കഴിഞ്ഞ് അപ്പോൾ നമ്മളെ വീട് ഇതാണ് ഗൈസ്. കൊള്ളാമെന്ന് തോന്നില്ലേ? കൊള്ളാം. കമൻറ്റ് ചെയ്യണേ ഗൈസ് കൊള്ളാമില്ലേ എന്ന്. ഗൈസ് അപ്പോൾ കുറേ നേരം എന്താ പറയുക 2 ദിവസം ഇരുന്ന് കുത്തിയിരുന്നു പറഞ്ഞു. 2 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിലെ 2 ദിവസം എന്ന് പറയാം കേട്ടോ. 2 ദിവസം വുഡും കളക്ട് ചെയ്ത് അങ്ങനെ കുറേ റിസോഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് പണിഞ്ഞപ്പോൾ ഇതാണ് ഗൈസ് എൻട്രൻസ്. ഇത് നേരെ വന്നു. പിന്നെ അവിടെ ഞാൻ കുറേ മറ്റേ ക്യാമ്പ് ലൈറ്റോ അങ്ങനെ സുനാപ്പി പേരങ്ങ് മറന്നു. ലാമ്പ് ആ സുനാപ്പി വെച്ചതുണ്ട് കേട്ടോ. പക്ഷേ ഡോറ് തുറന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു പ്ലഷർ പ്ലേറ്റ് ഉണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ കളഞ്ഞോളൂ. പിന്നെ നമ്മൾ ലാഡറിൽ കൂടെ മണ്ടയ്ക്കിട്ട് വന്നു. പക്ഷേ ഇത് കുറച്ച് അവിടെ ഐറ്റംസ് ക്രാഫ്റ്റിംഗ് ടേബിൾ അപ്പോൾ ഡെക്കറേറ്റും ചെയ്തില്ല. ചുമ്മാ ഇതുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒരു ബെഡ് വെച്ച് പിന്നെ ഇവിടെ 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള 5 അയണായിരുന്നു. അതിലിപ്പോൾ എല്ലാം തീർന്നു. ഇപ്പോൾ ലാസ്റ്റ് ഒരു ഒറ്റ അയണും കൂടെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്ലാസ് എല്ലാം കൂടെ കളക്ട് ചെയ്ത്
അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്നു. അപ്പോൾ അടുത്തൊരു ക്രീപ്പറൊക്കെ വന്ന് പൊട്ടി കേട്ടോ ഗൈസ്. പിന്നെ ഇതെല്ലാം ശരിയാക്കി വന്നപ്പോൾ ഒരുപാട് താമസിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കഴിയുന്ന മുമ്പേ മഴയും തുടങ്ങിക്കൊള്ളാം. വീഡിയോ തീരുന്ന മുമ്പേ 2 വില്ലേജസിനെയും കൂടെ എന്താ പറയുക നമുക്ക് അടച്ചിടണം. കാരണം എന്താ പറയുക വേറെ സോംബി എല്ലാം വന്നതിനെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മൈനിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല, സബ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ടാറ്റ, ബൈ, സീ യു ലൈറ്റ്.